ഇത് ഈ പാർട്ടിക്കാരന്മാരുടെ സ്ഥിരം പരിപാടി തന്നെയാണ്. പാർട്ടിയും പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ പ്രതിരോധത്തിലാവുന്ന സമയത്ത് നാട്ടിൽ ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാക്കുകയും മാധ്യമങ്ങളുടെ ജനങ്ങളുടെയൊക്കെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിച്ചുവിടുകയും പ്രതിരോധത്തിലായ പാർട്ടിയുടെയും പാർട്ടിയുടെ ആൾക്കാരുടെയൊക്കെ ന്യൂസുകളൊന്നും പുറലോകത്തേക്ക് വരാതിരിക്കാനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥിരം പരിപാടിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. പറഞ്ഞു വന്നത്, മാസപ്പടി കേസിൽ ഇ ഡി വീണ്ടും മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെയും മകളെ വീണ്ടും വിളിച്ചിരുന്നു. അപ്പോൾ ആ വാർത്തകളൊന്നും പുറത്തേക്ക് വരരുത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു സംഘർഷമൊക്കെ സൃഷ്ടിച്ച് ഇവിടെ ഇങ്ങനെ പ്രശ്നമൊക്കെ നടക്കുമ്പോഴത്തേക്കും മാധ്യമങ്ങളും ജനങ്ങളൊക്കെ ശ്രദ്ധ ഇങ്ങോട്ടേക്കാവും. അതിന് ഏറ്റവും പറ്റിയത് തിരുവനന്തപുരം തന്നെയാണ്. കാര്യം ഇവിടെ ഭരിക്കുന്നത് മേയർ BJP കാരനാണല്ലോ, BJP ആണല്ലോ കോർപ്പറേഷൻ ഭരിക്കുന്നത്. അപ്പം ശരിക്കും മാധ്യമ ശ്രദ്ധ ജനശ്രദ്ധയൊക്കെ തിരുവനന്തപുരത്തേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇറങ്ങിയത്. അപ്പോൾ പറഞ്ഞു വന്നത്, നീയൊക്കെ ഈ ഗുണ്ടായുസവും ഈ വിരട്ടലൊക്കെ കൊണ്ട് കയറി ചെന്ന സ്ഥലം തെറ്റിപ്പോയി. കാര്യം നിങ്ങളുടെ ഈ വിരട്ടലും പേടിപ്പെടുത്തലൊക്കെ കണ്ട് പേടിച്ചു പോലുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മറ്റ് ഭരണസമിതിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് പ്രസ്ഥാനം വേറെയാണ്. ഇതിലും വലിയ വിരട്ടലും വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് വന്ന പ്രസ്ഥാനത്തിലെ ആൾക്കാരാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസമിതിയിലുള്ള ആൾക്കാർ. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഇത്തരത്തിലുള്ള ഉച്ചാളിത്തരം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിലും മോശമായിരിക്കും അവസ്ഥ. പിന്നെ മേയറെ പ്രതിരോധിക്കാനൊക്കെ 2-3 മഹത് വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, പിന്നെ കൗൺസിലർമാർ പോലുമല്ല, പ്രതിപക്ഷ കൗൺസിലർമാരാണെങ്കിൽ പിന്നെ സമ്മതിക്കാം. ഇത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, പിന്നെ ആ സ്ഥലത്തേക്ക് പോയത് നമ്മുടെ 2 മുൻ മന്ത്രിമാർ, ഇപ്പോൾ ഇലക്ഷനിൽ നിന്ന് തോറ്റ് തുന്നം പാടിയ 2 അപ്പൂപ്പന്മാർ പോയിട്ടുണ്ടായിരുന്നു. തോറ്റതിന് ശേഷം വേറെ പ്രത്യേക പരിപാടിയൊന്നുമില്ല. ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടി സഹാക്കന്മാരെയും കൂടെ ഉള്ളവരെയൊക്കെ തള്ളിവിടണം. കാരണം ED വന്നപ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി കുറേ എണ്ണത്തിനകത്താക്കി. ഇനി കുറച്ച് പേരെയും കൂടെ കുറച്ച് ആൾക്കാരെയും കൂടെ അകത്താക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൊട്ടേഷൻ എടുത്തിട്ട് അവിടെ വന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഷോ ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞത് പിൻവാതിലിൽ കൂടെ വന്നുകൂടെ, നമ്മളും സമാധാനപരമായിട്ടും അവിടെ പ്രതിഷേധം നടത്തുകയായിരുന്നു. അപ്പോൾ മേയർ വന്നിട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. പിൻവാതിൽ കൂടെ വന്നാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അത് പറയാനുള്ളത്, പിൻവാതിൽ കൂടെ വന്ന നിങ്ങളുടെ വിരട്ടലൊക്കെ കേട്ടിട്ട് പിൻവാതിൽ വഴി വന്നിട്ടുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇത് പറഞ്ഞില്ലേ, പ്രസ്ഥാനം വേറെയാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ആൾക്കാർ നമ്മുടെ കോർപ്പറേഷനിൽ ജനങ്ങൾ ജയിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ മുൻവാതിൽ വഴി പോകാൻ വേണ്ടിയിട്ടാണ് അവരെ ജയിപ്പിച്ചിട്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെ മുൻവാതിൽ വഴി നിങ്ങളുടെയൊക്കെ എല്ലാ പ്രതിരോധങ്ങളെയും ഇതുപോലെ ചവിട്ടി മെതിച്ച് കയറി പോകും. അങ്ങനെ പുറകുള്ള ഗേറ്റിലൂടെ കടക്കാൻ വേണ്ടി വേറെ ആളെ നോക്കിയാൽ മതി. മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കാനല്ലേ എന്നെ മേയറാക്കിയിരിക്കുന്നത്. പുറകത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടുള്ളൂ, മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടില്ല. ഞങ്ങൾ മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ കടന്നില്ല. പിന്നെ നിങ്ങൾ ഈ പ്രതിഷേധമൊക്കെ നടത്തിയത് സുഗതണ്ണൻ രാജിവെക്കണം, വാഴോട്ട് പോകണം, കൗൺസിലറെ രാജിവെപ്പിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ കൗൺസിൽ യോഗത്തിലൊന്നും പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യത വരും എന്നൊക്കെ ഉള്ളത് ആണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ 29 കൗൺസിൽ യോഗം വിളിക്കായിരിക്കായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് കൗൺസിൽ യോഗം വിളിക്കാൻ പറ്റില്ല. മേയറെ കാലൊക്കെ ഫ്രാക്ചറായി, പുള്ളി ഹോസ്പിറ്റലൈസ്ഡാണ്. ഇനിയിപ്പോൾ വന്ന റെസ്റ്റൊക്കെ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വരുമ്പോഴത്തേക്കും കുറച്ച് സമയം പിടിക്കും. ആ സമയത്തേക്കും സുധൻ ചേട്ടൻ്റെ കേസൊക്കെ ഏകദേശം കോടതി തീരുമാനമാക്കും. പുള്ളി തിരിച്ചു വരും. അടുത്ത കൗൺസിലിൽ എന്തായാലും പുള്ളി പങ്കെടുക്കുമെന്നാണ് തോന്നുന്നത്. അതിനുള്ള സാവകാശം നിങ്ങളുടെ ഈ പ്രതിഷേധ പ്രകടനം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേഷൻ അങ്ങനെ ഒരു ഉപകാരം നിങ്ങൾ ഇന്നത്തെ പരിപാടി കൊണ്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെന്തായാലും നന്ദി.